ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ സ്ലീവ്സ് നമുക്ക് എങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിൽക്കുന്നത് നോക്കാം. ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രൂപത്തിൽ ഉള്ളിലേക്കാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ ഫ്രണ്ടും ബാക്കും യോക്ക് ഭാഗം ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ള പീസിൽ നിന്നും ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. താഴെ ഭാഗത്ത് ഞാനൊരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വിടുത്ത് ഞാൻ കുറച്ച് അധികമാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്ലീറ്റ്സൊക്കെ ഇട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു ഭാഗം എടുക്കുന്നുണ്ട് കേട്ടോ. നോർമൽ നമുക്ക് സ്ലീവ്സ് ഇത്രയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് സ്ലീവ്സ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വിടുത്തിൽ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ്സ് അത്രയും ഭാഗം ഞാൻ പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ത്രെഡിന് ഇതുപോലെ വലിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ വിടുത്ത് കിട്ടുന്നത് വരെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്താണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ലൈനിങ് പീസിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സിനെ നമ്മുടെ നല്ല ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് സ്ലീവ്സിൻ്റെയും ഫാബ്രിക്കിൻ്റെയും നല്ല വശം വരുന്നത് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വരുന്ന ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലൈനിങ് പീസിനെ താഴെ ഭാഗത്തു നിന്നും ലൈനിങ് പീസിനെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനെ മൂന്നും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ. തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 3 പീസിലല്ലാതെ വേറെ ക്ലോത്തിലും നമ്മളത് കൊള്ളരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അവിടെ നിന്നുള്ള ക്ലോത്തൊക്കെ വന്നിട്ട് ചിലപ്പം ഈ ഒരു സ്റ്റിച്ചിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ 3 ക്ലോത്തും കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ്സിൻ്റെ ഇതായതുകൊണ്ട് തന്നെ ഞാൻ 2 സ്റ്റിച്ചാണ് എപ്പോഴും ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് മറിച്ചിട്ടെടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ഭാഗം വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്ലീവ്സ് അവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഈ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇതുപോലെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ്സ് ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ കാണാത്ത രൂപത്തിൽ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നൊരു സ്ലീവ്സാണ് കേട്ടോ. ഇത് നമുക്ക് ലോങ് സ്ലീവ്സിലും ചെയ്തെടുക്കാം. പക്ഷെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗം ഞാനിതുപോലെ തയ്ച്ചെടുത്തല്ലോ. ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ഒന്ന് തയ്ച്ച് കൊടുക്കാം. ഇതിനായിട്ട് ലൈനിങ് പീസിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സിനെ നല്ല വശത്തിൻ്റെ മുകളിലേക്കാക്കിയിട്ട് സ്ലീവ്സിൻ്റെ നല്ല വശം കൂടി കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലൈനിങ്ങിനെ കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ വേറെ പീസിലൊക്കെ നമ്മുടെ സ്റ്റിച്ച് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. ഒരു കർവ് വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവും. അവിടെ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി ടാസ്ക് ഉള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് സ്ലീവ്സും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ലീവ്സിനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് മാത്രമല്ല കേട്ടോ, സ്റ്റിച്ചും കാണില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്ലീവ്സ് കിട്ടുന്നത്. ഒരു പ്രൊഫഷണൽ ലുക്ക് തന്നെ സ്ലീവ്സിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡും ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എപ്പോഴും പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. നമുക്കൊരു പ്രൊഫഷണൽ ലുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ.